ദിവസങ്ങൾ അവർ അയാൾക്ക് പിന്നാലെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ അജുവിനൊരു കോൾ വന്നു. അജു, ബി റെഡി, ഇന്ന് നമുക്ക് അവനെ പൂട്ടണം. ഓക്കേടാ. അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ വേഗം നമ്മൾ വിവിധയെ താമസിപ്പിച്ച സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് ഞാൻ പറയുന്ന നമ്പറിലേക്ക് അയക്കണം. ഓക്കേടാ. അജു വേഗം ഫ്രഷായി പോകാൻ റെഡിയായി വന്നു. അപ്പോൾ അമ്മ അവനെ വിളിച്ചു. അജു, എടാ, രുദ്രനും അപ്പുവും ട്രെയിനിങ്ങിന് ചേർന്നിട്ട് ഇപ്പം എത്ര നാളായി? അവർക്കിപ്പോൾ അടുത്ത് വല്ലതും ലീവ് ഉണ്ടാകുമോ? അവർ പോയിട്ട് 6 മാസം ആയില്ലേ? ഇനി ഒരു 6 മാസം കൂടിയല്ലേ, പിന്നെന്താ? എടാ പൊട്ട, നെക്സ്റ്റ് മന്ത് എന്താ പ്രത്യേകത? എന്ത് പ്രത്യേകത? എടാ, നിന്റെ കല്യാണമാണ് അടുത്ത മാസം, അത് മറന്നോ? ഇല്ലമ്മേ. സ്വതുവേയുള്ള ചിരിയാലെ അജു പറഞ്ഞു. എന്നിട്ട് അവൻ വേഗം പോവാനിറങ്ങി. അമ്മേ, ഞാൻ കുറച്ച് വൈകും, ത്രിലോകിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി അജു. എന്നിട്ട് നേരെ പോയത് അവൻ്റെ ഹോസ്പിറ്റലിന് ബാക്കിൽ ആരും യൂസ് ചെയ്യാതിട്ടിരിക്കുന്ന ഒരു പഴയ വീട്ടിലെ ഉള്ളിലേക്കുള്ള ഒരു മുറിയിലാണ്. അവിടെ വിവിധയെ ഒരു കസേരയിൽ കെട്ടിയിരിക്കുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ അവളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായതോർത്തു. അന്ന് അജുവിനെ കൂട്ടി സാമി അമ്മയുടെ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവരെ കാണിക്കാനായിരുന്നു. അവിടുന്ന് ഇവളെ മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി കൊണ്ടുവരുമ്പോൾ അവൾ നല്ല ബഹളമായിരുന്നു. അവസാനം 2 അടി കൊടുത്ത് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ബോധം പോയതാ. അവൻ വേഗം അവിടെയുള്ള ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളെ നോക്കി. പിന്നെ വെള്ളം ശക്തിയിൽ അവളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. മുമ്പിൽ നിൽക്കുന്ന അജുവിനെ കണ്ടതും അവൾ പേടിച്ചു. ആ സമയം അവൻ അവളെ നോക്കി. കുഴിഞ്ഞ കണ്ണുകളും അടികൊണ്ട് തടിച്ച് വീർത്ത കവിളുകളും പൊട്ടിയ ചുണ്ടും നിറയെ അടികൊണ്ട പാടുകളുമുള്ള കൈകളും കാലുകളും. മോളെ ഒട്ടും മോശമാക്കിയിട്ടില്ല, നന്നായിട്ട് സൽക്കരിച്ച ലക്ഷണമുണ്ടല്ലോ. നിനക്കിപ്പോൾ എല്ലാ സുഖവും കിട്ടിയില്ലേ വിവിധ മോളെ? ഇനിയും വേണോ സുഖം? അവൾ പേടിയോടെ വേണ്ട എന്ന് തലയനക്കി. അവൻ അവളെ കയ്യിലെ കെട്ടും കാലിലെ കെട്ടുമഴിച്ചു. എന്നിട്ട് നേരെ ഇരുത്തി. ഞാനിപ്പോൾ വരും. ഇവിടുന്ന് രക്ഷപ്പെടാനാണ് വിചാരമെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. അവൾ പേടിയോടെ അവനെ നോക്കി. അവൻ മെല്ലെ അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ തൊട്ടടുത്ത റൂമിലേക്ക് പോയി. അവിടെ കുറച്ച് ആളുകൾ ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവരെ നോക്കി. എന്തായി, ഓക്കെ ആയോ? ഓക്കെ സാർ. ഞാനിപ്പോൾ അവളെ കൊണ്ടുവരും. അപ്പോൾ എന്താ ഇവിടെ സ്ക്രീനിൽ കാണേണ്ടത് എന്നറിയാലോ? യെസ് സാർ. അവൻ തിരിച്ചും അവളെ ഇരുത്തിയിരിക്കുന്ന റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് അവളെയും കൂട്ടി ഇപ്പുറത്തെ റൂമിൽ വന്നു. അവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന വിഷ്വൽസ് കണ്ട് അവൾ വേഗം കണ്ണുപൊത്തി. എന്തിനാടി നീ കണ്ണുപൊത്തുന്നേ? ഇത് ചെയ്യുമ്പോൾ നിനക്കൊന്നും തോന്നിയില്ലല്ലോ? പിന്നെ ഇത് ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാ, നീയും നിന്റെ ചേട്ടനുമായ തെണ്ടിയും ഈ കൂത്താട്ടം നടത്തുന്നത് നിന്റെയൊക്കെ തന്ത എന്ന് വിളിക്കുന്ന പന്നിയുടെ മോൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതുമാത്രമല്ല, അങ്ങേരുടെ കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരടി കിട്ടിയ പോലെ ആയിരുന്നു അത്. അവൾ നിലത്തിരുന്നു. അവൻ അവളെ പൊക്കി. ഇനിയും നീ അറിയാൻ കുറേയുണ്ട് മോളെ. അതിനു മുമ്പ് ഇതൊന്ന് കേൾക്ക്. എടാ, നീ അവളുടെ പുതിയ വീഡിയോ വല്ലതും ഉണ്ടെങ്കിൽ അയക്കേ. ഒന്നുമില്ലടാ, കുറച്ച് ദിവസമായി അവളെ കയ്യിൽ കിട്ടിയിട്ട്. ആണോ? സാരയില്ലടാ. വേറെ ഏതോളുമാരുടെ എങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒന്നും ഒത്തു വന്നിട്ടില്ലടാ. മിക്കവാറും ഇന്ന് എൻ്റെ അനിയത്തി എന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്നവളെ കയ്യിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടിയാൽ നമ്മളെ മറക്കല്ലടാ. ഇല്ലടാ, ഞാൻ നിന്നെ മറക്കോ? പിന്നെ നീ നാട്ടിലേക്ക് എന്നാ? നെക്സ്റ്റ് മൺഡേ. വരുമ്പോൾ അവളെ എൻ്റെ ബോസിന് വേണം. അങ്ങനെ കിട്ടിയാൽ നിനക്ക് 10 കോറാണ് കിട്ടാൻ പോകുന്നത്. ആഹാ, എപ്പോൾ കൊണ്ടുവന്നു ചോദിച്ചാൽ പോരെ? നിനക്കിത് പുത്തരി അല്ലല്ലോ. എത്ര പേർക്ക് നീ അവളെ കൊണ്ട് കിടക്ക വിരിപ്പിച്ചു? എത്ര പേർക്ക് നീ വീഡിയോ അയച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നു? പിന്നെ പേഴ്സണൽ യൂസും. അമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് മകൾ അറിയാതെ ചെയ്യുന്നു. അതേടാ, അവരെ വിറ്റ് കാശുണ്ടാക്കി തന്നെയാ ഞാൻ ഈ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയത്.
ആ എന്തായാലും ഡീല് മറക്കണ്ട. ഇല്ലടാ, നീ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കൊണ്ടുവരാം. കേട്ടല്ലോ, നിന്റെ ഏട്ടൻ എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടു നടക്കുന്നവൻ്റെ യഥാർത്ഥ രൂപം. നിന്റെ അമ്മായിയുടെ മകനാണല്ലോ അവൻ. നിന്റെ അച്ഛൻ മരിച്ചു അല്ല, അങ്ങനെ നിന്നെ വിശ്വസിപ്പിച്ചു. നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളും മറ്റും കൂടെ നിന്നെയും അവർ ശരിക്കും യൂസ് ചെയ്തു. നിന്റെ അമ്മായി അമ്മാവൻ പറയുന്ന ആൾക്ക് ഒരു മടിയുമില്ലാതെ കിടക്ക വിരിച്ചപ്പോൾ നീ അറിയാതെ തന്നെ അത് ചെയ്തു. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് നീ ഒരു കാമവെറിയുള്ള പെണ്ണാണ്, അതിനുവേണ്ടി ജീവിക്കുന്നവളാണ് എന്നാണ്. പക്ഷേ അതും പറഞ്ഞ് ത്രിലോക് തയ്യാറാക്കിയ റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് മനസ്സിലായി നിന്നെ അവൻ യൂസ് ചെയ്യുകയാണെന്ന്. അതാ നിന്നെ സത്യം അറിയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ നിന്റെ അച്ഛൻ എവിടെയാ ഉള്ളത് എന്നും ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ ഉത്തരം പറയുമോ? എല്ലാം കേട്ട് തളർന്ന് അവൾ നിലത്തൂർന്നിരുന്നു പോയിരുന്നു. തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, പറയാം. ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്നെക്കുറിച്ച് കുറച്ചൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം നീ പറഞ്ഞു തന്നെ അറിയണം. പറഞ്ഞോ. വാരാഹം വീട്ടിൽ സേതുമാധവൻ, രമ സേതുമാധവൻ, ഇതാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര്. എൻ്റെ അച്ഛൻ സേതുമാധവൻ്റെ അനിയത്തിയാണ് നിങ്ങൾ പറഞ്ഞ എൻ്റെ അമ്മായി. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഒരു ദിവസം കമ്പനിയിൽ നിന്ന് നേരം വൈകിട്ട് അച്ഛൻ വന്നില്ല. തിരക്കാവും എന്ന് വിചാരിച്ചു. പിറ്റേന്നും വന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അച്ഛനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ആ ഇടയ്ക്ക് അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി. അമ്മ അച്ഛനെ അന്വേഷിച്ചു പോയി. പിന്നെ 4 ദിവസം ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. 4-ാം ദിവസം റെയിൽവേ ട്രാക്കിൽ എൻ്റെ അമ്മ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. അന്ന് എല്ലാം നഷ്ടമായപ്പോൾ കൂടെ കൂട്ടിയത് അമ്മായി. പിന്നെ അവരുടെ കൂടെയായിരുന്നു. എൻ്റെ 12-ാം വയസ്സിൽ വിവേകിനോട് എനിക്ക് പ്രണയം തോന്നി. അല്ല, ആദ്യമേ ഉണ്ടായിരുന്ന പ്രണയം സഹോദര സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച പ്രണയം ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് തന്നെ വിവേകേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനും എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അതിൽ പിന്നെ എന്നെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യാൻ തുടങ്ങി. എനിക്ക് 18 വയസ്സാവുന്നത് വരെ ഞാൻ ഏട്ടൻ്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞു. അന്നൊന്നും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം വരെ. കാരണം ഞാൻ ഫ്രണ്ടാക്കി കൂട്ടിയവരൊക്കെ എന്നെ ചതിച്ചു. അല്ല, അങ്ങനെ വിശ്വസിപ്പിച്ചു അവർ എന്നെ. പിന്നെ ഞാൻ ആരോടും കൂടാറില്ല. അതിനിടയ്ക്ക് എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ അവർ എനിക്ക് ഒരു ഡ്രഗ് തരാൻ തുടങ്ങി. അതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു മന്ദതയാണ്. ഇപ്പോൾ എനിക്ക് ബോധ്യമായി ആ തന്ന മരുന്നാണ് ഇപ്പോൾ തന്ന വീഡിയോയിൽ ഞാനിങ്ങനെ കിടക്കാൻ കാരണം. ഇതുപോലെ അവർ ഇനി എന്തൊക്കെ ചെയ്തു കാണുവാവോ? മോളെ വിവിധ കിഷോറെ, നിന്റെ തിരക്കഥ നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിലവാകൂല. ഞങ്ങൾക്കറിയേണ്ടത് നിന്റെ യഥാർത്ഥ പേരും ഒപ്പം കിഷോറിൻ്റെ മകൾ വിവിധ കിഷോറിൻ്റെ തിരോധാനത്തെക്കുറിച്ചുമാണ്. അതും പറഞ്ഞ് അജു ഒരു അടി അവൾക്ക് കൊടുക്കാൻ നിന്നതും ബാക്കിൽ നിന്ന് അവൾക്കൊരു ചവിട്ട് കിട്ടിയതും ഒരുമിച്ചാണ്. നീ എന്താടി പുന്നാര മോളെ വിചാരിച്ചത്? നീ പറഞ്ഞതൊക്കെ ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നോ? എന്നാലേ നീ കേട്ടോ, നിന്നെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും നിന്നെക്കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു ഞങ്ങൾ നോക്കിയത്. പക്ഷെ നീ അങ്ങോട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ തന്നെ പറയാടി. നീ പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ്. നിന്റെ അച്ഛൻ വരാഹം വീട്ടിൽ സേതുമാധവനും അമ്മ രമ സേതുമാധവനും തന്നെയാണ്. പക്ഷേ നിന്റെ പേര് വിവിധ സേതുമാധവൻ, ഇന്നലെ ഇന്ദുജ സേതുമാധവൻ. പിന്നെ നീ പറഞ്ഞ പോലെ 4 വയസ്സിലാണ് നിന്റെ അമ്മ മരിക്കുന്നത്. അത് അച്ഛനെ കാണാതെ അന്വേഷിച്ച് പോയപ്പോഴല്ല, നിന്റെ അച്ഛൻ്റെ വേറെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് അവരെ കാണാൻ പോയതാ. പോയപ്പോൾ
അവിടെ ഒരു ഭാര്യയും. കാണാൻ പാടില്ലാത്ത തരത്തിലായിരുന്നു അയാളും അയാളുടെ അവിടുത്തെ ഭാര്യയുമായുള്ള കാമക്കൂത്ത്. അതും കണ്ട് പ്രശ്നമുണ്ടാക്കിയ നിന്റെ അമ്മയെ അയാളും ആ സ്ത്രീയും കൂടെ ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അയാൾ ഒളിവിൽ പോയി. ആ സ്ത്രീ തിരികെ അവരുടെ രജിസ്റ്റേർഡ് ഭർത്താവിൻ്റെ അടുത്തേക്കും. അവരാണ് നിന്റെ അമ്മായി രാഗിണി കിഷോർ. അവരുടെ രജിസ്റ്ററിലുള്ള ഭർത്താവ് കിഷോർ, നിന്റെ അമ്മാവൻ. പക്ഷെ അവർക്ക് വേറെയും കുറേ ഭർത്താക്കന്മാരുണ്ട്. അവരിൽ ഒരാളാണ് നിന്റെ തന്ത. പിന്നെ ഈ കിഷോർ ആളൊരു ആണത്തില്ലാത്തവനാ. ഏതോ പെൺകുട്ടിയെ കയറി പിടിച്ചപ്പോൾ കിട്ടിയ പണി. ആൾക്ക് കുട്ടികളുണ്ടാവില്ല. വിവേകും വിവിധയുമൊക്കെ ആരുടെയോ മക്കളാണ്. അതിൽ വിവിധ ഒരു പാവായിരുന്നു. അവളെയും ഇവളെയും പോലെ ആക്കാൻ നോക്കിയപ്പോൾ ആ പാവം സമ്മതിച്ചില്ല. അതിനിവർ അവളെ എന്തോ ചെയ്തിരിക്കുകയാണ്. അത് എന്താണെന്ന് ഈ പുന്നര മോള് തന്നെ പറയും. ഇല്ലെങ്കിലേ ഞാൻ പറയിപ്പിക്കും. പിന്നെ നീ വലിയ പുണ്യാളത്തിയല്ലേ? എനിക്കറിയാം. 4-ാം വയസ്സിൽ അവരുടെ കൂടെ കൂടിയ നീ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ത്രിലോക് പറഞ്ഞു. ഇപ്പൊ നിന്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇനി 2ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അത് മോള് തന്നെ പറയണം. ഇല്ലെങ്കിൽ പറയിപ്പിക്കും, അജു പറഞ്ഞു. മര്യാദയ്ക്ക് പറയടി പുന്നാര മോളെ എന്നും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ കൈ ഉയർത്തി. അവൾ പേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയാം. ഞാൻ ഇന്ദുജ സേതുമാധവൻ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്ദുജ സേതുമാധവൻ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അവൾ വിവിധ, എല്ലാത്തിനും മുമ്പന്തിയിൽ. പാട്ടും ഡാൻസും സൗന്ദര്യവും പഠിപ്പും എല്ലാത്തിനും അവൾ എനിക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ അവളെ എല്ലാവരിൽ നിന്നകറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മായിയെ കാണാൻ വന്ന ഒരാളുടെ കണ്ണുകൾ അവളിൽ പതിയുന്നത്. അയാൾക്ക് അവളെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും അവളെ വെറുപ്പായതിനാൽ ആരും എതിര് പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞ ദിവസം രാത്രി അവൾക്കുള്ള ഫുഡിൽ മയക്കുമരുന്ന് കലർത്തി. അന്ന് അയാൾ കൊണ്ടുപോയി അവളെ. പിന്നെ അവൾ എവിടെയാ എന്നറിയില്ല. വിവിധ വേഴ്സസ് ഇന്ദുജ. വിവിധ ഓർ ഇന്ദുജ രണ്ടും നിന്റെ പേരാണല്ലോ. നേരത്തെ കിട്ടിയ അടി പേടിച്ചോ എന്തോ അവൾ സത്യം പറഞ്ഞു. അവളിപ്പോ ജീവനോടെ ഇല്ല. അന്ന് അവന്മാരുടെ പരാക്രമത്തിൽ ബ്ലഡ് ഓവർഫ്ലോ ആയി മരിച്ചു. എന്നിട്ട് ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇട്ടു എന്ന അമ്മായി അമ്മാവനോട് പറയുന്നത് കേട്ടത്. അപ്പം മോളോ ഇന്ദുജ സേതുമാധവ, എനിക്കൊരു കാര്യം കൂടി അറിയണം. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും നീ ജീവിക്കണോ അതോ മരിക്കണോ എന്ന്. എന്താ? നിന്റെ അച്ഛൻ സേതുമാധവൻ ഇപ്പൊ എവിടെയാ താമസം? അറിയില്ല. നിനക്ക് അറിയില്ലേടി? അതും കേട്ട് പേടിച്ച് അവൾ അറിയാമെന്ന് തലയാട്ടി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവിടെയുള്ള കസേരയിലിരുന്നു. അച്ഛൻ മൂന്നാറിലെ ഒരു ഉൾപ്രദേശത്താണ് താമസം എന്നറിയാം, അല്ലാതെ എവിടെയാണെന്ന് അറിയില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിനക്കറിയാമെന്നോ നീ അയാളുമായി കോണ്ടാക്ട് ചെയ്തു എന്നോ അറിഞ്ഞാ പൊന്നുമോളുടെ ശവം പിറ്റേന്ന് റെയിൽവേ ട്രാക്കിലോ കായലിലോ പൊങ്ങും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിയിരിയടി പുനരം. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി. അവളെ അവിടെ കെട്ടിയിട്ടിട്ട് രണ്ടാളും പുറത്തേക്ക് വന്നു. ഇനി എന്താ നിന്റെ പരിപാടി? പോകണം. ആ പന്ന നായിൻ്റെ മോനെ, അവൻ കാരണം നഷ്ടപ്പെട്ട ഓരോ ജീവനും അവൻ്റെ ജീവൻ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. എന്തിനും ഞാനും രുദ്രനും അപ്പും ഒക്കെ ഉണ്ടാവും. അവന്മാരുടെ ട്രെയിനിങ് തീരാൻ ഇനി കുറച്ചേ ഉള്ളൂ. അതും കഴിഞ്ഞാൽ അവരും ഉണ്ടാകും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അവിടെ നിന്നിറങ്ങി. മാസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ പിള്ളേർ അവരുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു.